മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്തായി ചാണക്യൻ ചൂണ്ടിക്കാട്ടുന്നത് അവന്റെ വിവേകത്തെയാണ്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാനുള്ള ഈ കഴിവാണ് നമ്മെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. എന്നാൽ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ ആദ്യം അടിയറവ് വയ്ക്കുന്നത് ഈ വിവേകത്തെയാണ്. ലഹരി തലയ്ക്ക് പിടിക്കുന്ന നിമിഷം മുതൽ ചിന്തകൾക്ക് മങ്ങലേൽക്കുകയും എന്തു പറയണം എന്നും ആരോട് പറയണം എന്നുമുള്ള ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു രാജാവിന് തന്റെ രാജ്യത്തെ നയിക്കാൻ ബുദ്ധി എത്രത്തോളം അനിവാര്യമാണോ അത്രത്തോളം തന്നെ അത്യാവശ്യമാണ് ഒരു സാധാരണക്കാരന് തന്റെ കുടുംബത്തെയും ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനും. മദ്യപാനത്തിലൂടെ സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരാളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ തെറ്റായ ദിശയിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. സ്വന്തം നന്മയ്ക്കായി ആര് എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ലഹരി അവനിൽ നിന്ന് എന്നേക്കുമായി കവർന്നെടുത്തിട്ടുണ്ടാകും. ശത്രുക്കൾക്ക് അവനെ തോൽപ്പിക്കാൻ പ്രത്യേക ആയുധങ്ങളൊന്നും വേണ്ടതില്ല. കാരണം അവൻ സ്വയം തന്നെ നാശത്തിന്റെ ഇരുളിലേക്ക് നടന്നു നീങ്ങുകയാണ്. സ്വന്തം അറിവും ചിന്താശേഷിയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന ബോധം നഷ്ടപ്പെടുന്നതോടെ അയാളുടെ തകർച്ചയുടെ കാലം ആരംഭിക്കുന്നു. ലഹരി നൽകുന്ന താൽക്കാലികമായ ആനന്ദത്തിന് പിന്നാലെ പായുമ്പോൾ ജീവിതം മുഴുവൻ കണ്ണീർ കൊണ്ട് നിറയേണ്ടി വരും എന്ന സത്യം അവൻ കാണാതെ പോകുന്നു. ചാണക്യതന്ത്രങ്ങൾ അനുസരിച്ച് മദ്യപാനം കേവലം ഒരു ശീലമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മാവിനെ തന്നെ കാർന്നു തിന്നുന്ന വലിയൊരു ശത്രുവാണ്. വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ കാട്ടിലെ മൃഗത്തിന് തുല്യമായി മാറുന്നുവെന്ന് മാത്രമല്ല, അവൻ സമൂഹത്തിന് തന്നെ ഒരു ഭാരമായി തീരുകയും ചെയ്യുന്നു. ബുദ്ധിയുള്ളവർ ചിന്തകളെ സജീവമായി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മദ്യപാനി ചെയ്യുന്നത് സ്വന്തം ബുദ്ധിയെ ബോധപൂർവം ഉറക്കിക്കിടത്തുകയാണ്. ലഹരിയുടെ പിടിയിൽ ചെയ്യുന്ന കാര്യങ്ങളെ ഓർത്ത് പിന്നീട് ലജ്ജ തോന്നുമെങ്കിലും ആ ശീലത്തിൽ നിന്ന് മോചനം നേടാൻ അവന് കഴിയാതെ വരുന്നു. ചിന്താശേഷി തളർത്തപ്പെടുന്നതോടെ അവൻ ശരിയായ പാതകൾ വിട്ട് തെറ്റായ വഴിയിൽ ചരിക്കുന്നു. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിവുള്ളവർ പോലും ലഹരിയുടെ സ്വാധീനത്തിൽപ്പെട്ട് തങ്ങളുടെ സർഗാത്മകതയും കഴിവും പാഴാക്കി കളയുന്നു. ഭരണാധികാരി മദ്യപിച്ചാൽ രാജ്യം നശിക്കുമെന്നും കുടുംബനാഥൻ മദ്യപിച്ചാൽ കുടുംബം തകരുമെന്നുമാണ് ചാണക്യന്റെ പക്ഷം. സ്വന്തം ജീവിതത്തിൽ പോലും വ്യക്തതയില്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ വഴി നടത്താൻ സാധിക്കും? ചിന്തകൾ മലിനമാകുമ്പോൾ പ്രവൃത്തികളും മോശമാകുന്നു. ലഹരി അവനെ ഒരു മായലോകത്തേക്ക് നയിക്കുകയും യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികളെ ധീരമായി നേരിടുന്നതിനു പകരം മദ്യത്തിൽ അഭയം തേടുന്നത് ഭീരുത്വത്തിന്റെ അടയാളമാണ്. ധീരനായ മനുഷ്യൻ പ്രതിസന്ധികളിൽ ബുദ്ധിപൂർവം വഴി കാണുമ്പോൾ ദുർബലനായ മനുഷ്യൻ ലഹരിയിൽ ബോധം കെട്ടുകിടക്കാൻ ആഗ്രഹിക്കുന്നു. വിവേകമില്ലാത്ത ഈ അവസ്ഥയാണ് ജീവിതത്തിലെ പരാജയങ്ങൾക്ക് അടിത്തറ പാകുന്നത്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ഉപേക്ഷിക്കേണ്ടത് തന്റെ വിവേകത്തെ നശിപ്പിക്കുന്ന ഈ ലഹരിയെയാണ്. ബുദ്ധിയുടെ പ്രകാശം കെട്ടുപോയാൽ പിന്നെ മനുഷ്യന്റെ ജീവിതം എന്നേക്കുമായി ഇരുളിൽ ആണ്ടുപോകും എന്നതിൽ സംശയമില്ല. സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് അവന്റെ അന്തസ്സും ആത്മാഭിമാനവുമാണ് എന്ന് ചാണക്യൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനം ചെയ്ത് അത് തിരിച്ചുപിടിക്കാൻ സാധിക്കും. എന്നാൽ ഒരിക്കൽ കളഞ്ഞുകുളിക്കുന്ന മര്യാദയും മാനവും തിരികെ ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യന് സമൂഹത്തിൽ യാതൊരുവിധ ആദരവും ലഭിക്കുകയില്ല. ലഹരിയുടെ പിടിയിൽ അവൻ കാണിച്ചുകൂട്ടുന്ന കോമാളിത്തരങ്ങളും അനാവശ്യമായ സംസാരങ്ങളും അവന്റെ അന്തസ്സിനെ അടിമുടി തകർത്തു കളയുന്നു. വഴിയിൽ കിടക്കുന്ന കല്ലിനെപ്പോലെയാണ് സമൂഹം അത്തരക്കാരെ നോക്കിക്കാണുന്നത്. ആരും അവനിൽ വിശ്വാസമർപ്പിക്കുകയോ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. എത്ര വലിയ അറിവുള്ളവനാണെങ്കിലും അവന്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കാതാകും. കൂടെ നടന്നിരുന്ന സുഹൃത്തുക്കൾ പോലും അവനിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങും. കാരണം അവനോടൊപ്പം നടക്കുന്നത് സ്വന്തം അന്തസ്സിന് കുറച്ചിലാണെന്ന് അവർ തിരിച്ചറിയുന്നു. സൽസ്വഭാവികൾ ആരും തന്നെ ഒരു മദ്യപാനിയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നില്ല. ലഹരിയുടെ ലഹരിയിൽ എപ്പോൾ എന്ത് ചെയ്യുമെന്നോ എന്ത് പറയുമെന്നോ പ്രവചിക്കാൻ കഴിയാത്ത ഒരുവന്റെ കൂട്ട് ആർക്കും താൽപ്പര്യമുണ്ടാകില്ല. ഇത്തരത്തിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. സ്വന്തം അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തവന് മറ്റുള്ളവരുടെ ആദരവ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ലഹരി നൽകുന്ന ആ നിമിഷത്തെ ആനന്ദം കഴിഞ്ഞുണരുമ്പോൾ അവൻ അനുഭവിക്കുന്ന അപമാനഭാരം വളരെ വലുതാണ്. എങ്കിലും വീണ്ടും ആ ലഹരിയിലേക്ക് തന്നെ അഭയം തേടുന്നത് വഴി സ്വന്തം കുഴി അവൻ തന്നെ ആഴത്തിൽ വെട്ടുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ നേടിയെടുത്ത നല്ല പേരും ബഹുമാനവുമാണ്. അത് മദ്യക്കപ്പിൽ മുക്കിക്കൊല്ലുന്നത് വഴി സ്വന്തം ജീവിതത്തോട് തന്നെയാണ് അവൻ വലിയ ദ്രോഹം ചെയ്യുന്നത്. സമൂഹത്തിൽ മാന്യമായി തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു ജീവിതം മൃഗതുല്യമാണ്. മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധം അവൻ മാനസികമായി തളർന്നു പോകുന്നു. ബന്ധുക്കളുടെ വീടുകളിലോ പൊതുചടങ്ങുകളിലോ അങ്ങനെയുള്ളവർക്ക് ഒരിടവും ലഭിക്കാറില്ല. ഒരു കാലത്ത് വലിയ നിലയിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നവർ പോലും മദ്യത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട് സമൂഹത്തിന്റെ മുൻപിൽ വെറും പരിഹാസപാത്രമായി മാറിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്.
ചാണക്യൻ പറയുന്നത് ഒരുവന്റെ അന്തസ്സ് എന്നത് അവന്റെ സ്വഭാവത്തിന്റെ ശുദ്ധിയാണ് എന്നാണ്. ആ സ്വഭാവത്തിൽ മദ്യത്തിന്റെ കറ പുരളുമ്പോൾ അവന്റെ വ്യക്തിത്വം തന്നെ ഇല്ലാതാകുന്നു. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവർ ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രദ്ധിക്കും. ഇതവനെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നു. ഈ ഒറ്റപ്പെടൽ വീണ്ടും മദ്യത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു ചക്രമായി മാറുന്നു. സ്വന്തം അന്തസ്സ് കളഞ്ഞു കുളിച്ചു കിട്ടുന്ന ഒരു സന്തോഷവും ശാശ്വതമല്ല. താൻ വലിയ സന്തോഷത്തിലാണെന്ന് മദ്യപാനി വിശ്വസിക്കുമ്പോൾ സമൂഹം അവനെ ഒരു വെറും കോമാളിയായി കാണുന്നു എന്ന സത്യം അവൻ അറിയുന്നില്ല. ഈ അപമാനത്തിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും രക്ഷപ്പെടാൻ മദ്യത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ജീവിതത്തിൽ വിജയം വരിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും അതിനായുള്ള കഠിനാധ്വാനവും ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ്. സമയം എന്നത് ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത ഏറ്റവും വലിയ നിധിയാണ് എന്ന് ചാണക്യൻ എപ്പോഴും തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നാൽ മദ്യത്തിനടിമപ്പെട്ട ഒരുവന് കാലത്തെക്കുറിച്ചോ തന്റെ ഭാവിയെക്കുറിച്ചോ യാതൊരുവിധ ചിന്തയും ഉണ്ടായിരിക്കില്ല. അടുത്ത തവണ എങ്ങനെ ലഹരി കണ്ടെത്താം എന്നതിലേക്ക് മാത്രമായി അവന്റെ ചിന്തകൾ ചുരുങ്ങിപ്പോകുന്നു. വെളുപ്പിന് ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള വിലപ്പെട്ട സമയങ്ങൾ മദ്യശാലകളിലും ലഹരിയുടെ മയക്കത്തിലും അവൻ പാഴാക്കിക്കളയുന്നു. ജീവിതത്തിൽ വലിയ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന ബോധം ലഹരി അവനിൽ നിന്ന് പൂർണ്ണമായും കവർന്നെടുക്കുന്നു. യൗവനവും ആരോഗ്യവുമുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ഭാവിയിലേക്കുള്ള ശക്തമായ അടിത്തറ പാകേണ്ടത്. എന്നാൽ ഈ സുവർണാവസരങ്ങളെല്ലാം മദ്യപാനി കുടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. ഉറുമ്പുകൾ പോലും ഭാവിയിലേക്കു വേണ്ടി ആഹാരം ശേഖരിച്ചു വയ്ക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ നാളെയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നത് എത്ര വലിയ ദൗർഭാഗ്യമാണ്. ലക്ഷ്യബോധമില്ലാത്ത ജീവിതം തുഴയില്ലാത്ത ഒരു തോണി പോലെയാണ്. അത് എങ്ങോട്ട് ഒഴുകിപ്പോകുമെന്നോ എവിടെയെങ്കിലും ഇടിച്ചു തകരുമോ എന്നോ ആർക്കും പറയാൻ കഴിയില്ല. സമയം പാഴാക്കിക്കളയുന്നവനെ ലക്ഷ്മീദേവി പോലും അനുഗ്രഹിക്കുകയില്ല എന്ന് ചാണക്യൻ പറയുന്നു. സ്വന്തം കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മദ്യത്തെ ഒരു മറയാക്കുന്നവൻ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മാത്രമായിരിക്കും തനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. എന്നാൽ അപ്പോഴേക്കും തിരുത്താൻ കഴിയാത്ത വിധം കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാത്ത ഒന്നാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് മാറ്റിവെക്കുന്നവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ മദ്യപാനി തന്റെ ജീവിതത്തിലെ വരും വർഷങ്ങളെയാണ് ലഹരിയിൽ ഹോമിക്കുന്നത്. വലിയ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഇല്ലാത്ത മനുഷ്യൻ ജീവിക്കുന്ന ശവത്തിന് തുല്യമാണ്. മദ്യം മനുഷ്യനിലെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കൊന്നുകളയുന്നു. ഒന്നിനോടും താൽപ്പര്യമില്ലാതെ മരവിച്ച അവസ്ഥയിലേക്ക് അവൻ മാറുന്നു. തൊഴിൽ ചെയ്യാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അവൻ മടി കാണിക്കുന്നു. ഈ മടി അവനെ കൂടുതൽ പരാജയങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഒരു മനുഷ്യന്റെ ജീവിത വിജയം എന്നത് അവൻ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ മദ്യപാനി തന്റെ സമയത്തെ സ്വയം നശിപ്പിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് അവന്റെ വ്യക്തിപരമായ വളർച്ചയെ മാത്രമല്ല, അവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തെ കൂടി ദുരിതത്തിലാക്കുന്നു. നാളെയെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ലാത്തവൻ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക? ലഹരിയുടെ മായക്കാഴ്ചകളിൽ അവൻ കഴിയുമ്പോൾ പുറത്ത് ലോകം വലിയ വേഗതയിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഒടുവിൽ ബോധം വന്ന് ഉണരുമ്പോൾ അവൻ മറ്റുള്ളവരെക്കാൾ ഒരുപാട് പിന്നിലായിട്ടുണ്ടാകും. ആ തിരിച്ചറിവ് അവനെ വീണ്ടും നിരാശനാക്കുന്നു. ആ നിരാശ മാറ്റാൻ അവൻ വീണ്ടും മദ്യത്തെ ആശ്രയിക്കുന്നു. ഈ ദയനീയമായ അവസ്ഥയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം നിർണയിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ലക്ഷ്മീദേവിയുടെ കടാക്ഷമില്ലാതെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാൻ കഴിയില്ലെന്നും ധനമാണ് എല്ലാ ഭൗതിക വിജയങ്ങളുടെയും അടിസ്ഥാനമെന്നും ചാണക്യൻ എടുത്തു പറയുന്നുണ്ട്. സമ്പത്ത് കൈവശമുള്ളവന് മാത്രമേ സമൂഹത്തിൽ സ്വാധീനവും സുരക്ഷിതത്വവും ലഭിക്കുകയുള്ളൂ. എന്നാൽ മദ്യപാനമെന്ന ദുശീലം ഒരുവന്റെ വീട്ടിലേക്ക് ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും ക്ഷണിച്ചു വരുത്തുന്ന വലിയൊരു വഴിയാണ്. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന പണം ലഹരിക്കായി ധൂർത്തടിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറയാണ് തകർന്നു വീഴുന്നത്. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും വരുമാനം നിലയ്ക്കുകയും ചെയ്യുമ്പോൾ കടബാധ്യതകൾ പെരുകുന്നു. മദ്യപാനി തന്റെ ലഹരിക്കായി വീട്ടുസാധനങ്ങളോ ഭൂമിയോ ആഭരണങ്ങളോ പോലും വിൽക്കാൻ ഒട്ടും മടിക്കാറില്ല. കാരണം ആ നിമിഷത്തെ ആഗ്രഹം സാധിക്കുക എന്നത് മാത്രമാണ് അവന് പ്രധാനം. ധനം കയ്യിലുള്ളപ്പോൾ മാത്രമേ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെയുണ്ടാകൂ എന്നും പണമില്ലാതാകുന്നതോടെ അവരെല്ലാം കൈവിട്ടുപോകുമെന്നും ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വിഷത്തിന് തുല്യമായ മദ്യത്തിനായി ചെലവഴിക്കുന്നവൻ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ തന്റെ സമ്പാദ്യത്തിന് തീയിടുകയാണ് ചെയ്യുന്നത്. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം തകർക്കാൻ ആ വീട്ടിലെ ഒരൊറ്റ ആളിന്റെ മദ്യപാനം മാത്രം മതിയാകും. പണം നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ പുതിയ സമ്പാദ്യത്തിനുള്ള വഴികളും അവൻ അടഞ്ഞുപോകുന്നു. കാരണം ആരും ഒരു മദ്യപാനിക്ക് കടം കൊടുക്കാനോ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടാനോ തയ്യാറാകില്ല. ഇത്തരത്തിൽ സമ്പത്ത് മുഴുവൻ നശിച്ച് കടക്കിണിയിലാകുന്ന മനുഷ്യൻ ഒടുവിൽ നാണംകെട്ട ജീവിതം നയിക്കാൻ നിർബന്ധിതനാകുന്നു. സമ്പത്ത് എന്നത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതിനെ ബഹുമാനിക്കാത്തവരുടെ അരികിൽ ലക്ഷ്മീദേവി നിൽക്കുകയില്ല. മദ്യത്തിനായി പണമൊഴുക്കുന്നവൻ സ്വന്തം ഭാഗ്യത്തെയാണ് തല്ലിക്കെടുത്തുന്നത്. സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബത്തിൽ എപ്പോഴും സമാധാനക്കേടുകളും തർക്കങ്ങളും നിലനിൽക്കും.
കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കോ പണമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പോലും മദ്യപാനി തന്റെ ലഹരിക്കുള്ള പണം കണ്ടെത്തിയിരിക്കും. ഈ സ്വാർത്ഥത അവനെ ക്രൂരനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. കടം വാങ്ങി കുടിക്കുന്ന ശീലം അവനെ വലിയൊരു കടക്കിണിയിലേക്ക് എത്തിക്കുന്നു. പലിശക്കാരുടെ ഭീഷണിയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് അവൻ മാത്രമല്ല, അവന്റെ കുടുംബം കൂടിയാണ്. ഒരു മനുഷ്യന്റെ സാമ്പത്തിക തകർച്ച അവന്റെ വരുംതലമുറകളെ പോലും ബാധിക്കും. മദ്യപാനത്തിലൂടെ നശിപ്പിച്ചു കളയുന്ന പണമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാതെ അത് ധൂർത്തടിക്കുന്നവൻ ഒടുവിൽ ഭിക്ഷക്കാരന്റെ അവസ്ഥയിലേക്ക് തള്ളപ്പെടും എന്ന് ചാണക്യൻ താക്കീത് നൽകുന്നു. അതുകൊണ്ട് ധനത്തെ സംരക്ഷിക്കാനും കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാനും മദ്യപാനം എന്ന ഈ വലിയ സാമ്പത്തിക വിപത്തിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചേ മതിയാകൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാവലും സുരക്ഷിതമായ കോട്ടയും അവന്റെ കുടുംബമാണ് എന്ന് ചാണക്യൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. മാതാപിതാക്കളും ജീവിത പങ്കാളിയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ സന്തോഷമാണ് ഒരുവന്റെ ജീവിതത്തിലെ യഥാർത്ഥ സമാധാനവും സംതൃപ്തിയും. എന്നാൽ മദ്യത്തിനടിമയായ ഒരുവൻ ലഹരിയുടെ മറവിൽ ആദ്യം തകർക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ സമാധാനത്തെയാണ്. വീട്ടിലെപ്പോഴും അനാവശ്യമായ വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഭയവും വെറുപ്പും മാത്രം ബാക്കി വയ്ക്കാൻ അവന് കഴിയുന്നുള്ളൂ. മക്കളെ നല്ല രീതിയിൽ വളർത്താനോ അവർക്ക് മാതൃകയാകാനോ ഒരു മദ്യപാനിയായ പിതാവിന് ഒരിക്കലും സാധിക്കില്ല. ഭാര്യയുടെ കണ്ണീരും മക്കളുടെ സങ്കടവും കാണാൻ കഴിയാത്ത വിധം ലഹരി അവന്റെ കണ്ണുകളെ മറച്ചുകളയുന്നു. കുടുംബത്തിലെ പട്ടിണിയും ദുരിതങ്ങളും അവനെ ഒട്ടും അലട്ടുന്നില്ല. ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ദുശീലങ്ങളുള്ള ഒരു ഭർത്താവ് കുടുംബത്തിന് മൊത്തം ഒരു ശാപമാണ്. സ്വന്തം രക്തത്തെപ്പോലും തിരിച്ചറിയാത്ത വിധം ലഹരിയിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ ഒടുവിൽ പ്രിയപ്പെട്ടവരാൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെടുന്നതോടെ അവൻ ഈ ഭൂമിയിൽ ശ്വസിക്കുന്ന ഒരു ശവത്തിന് തുല്യമായി മാറുകയാണ് ചെയ്യുന്നത്. തന്നെ തിരുത്താൻ ശ്രമിക്കുന്നവരെല്ലാം അവന്റെ ശത്രുക്കളായി തോന്നാൻ തുടങ്ങുന്നത് ലഹരിയുടെ വലിയൊരു ദുരന്തമാണ്. ഇത്തരത്തിൽ സ്വന്തം വീടിനെ നരകമാക്കി മാറ്റുന്ന ഒരുവൻ ഒരിക്കലും പരലോകത്തോ ഇഹലോകത്തോ സമാധാനം കണ്ടെത്തുകയില്ല. സ്നേഹബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തവൻ ജീവിതത്തിന്റെ അർത്ഥം അറിയാത്തവനാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷം തകരുമ്പോൾ ആ വീട്ടിലെ കുട്ടികളുടെ ഭാവിയാണ് ഇരുളിലാവുന്നത്. അവർ സമൂഹത്തിൽ തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുന്നു. അച്ഛന്റെ മോശം പെരുമാറ്റം കണ്ട് വളരുന്ന കുട്ടികളിൽ വലിയ മാനസിക അസ്വസ്ഥതകൾ രൂപപ്പെടുന്നു. സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കേണ്ട സ്ഥാനത്ത് ക്രോധവും അക്രമവും വീട്ടിൽ കൊണ്ടുവരുന്നത് മദ്യപാനിയാണ്. ഇത് കുടുംബാംഗങ്ങളിൽ അവനോടുള്ള ബഹുമാനം ഇല്ലാതാക്കുകയും വെറുപ്പ് വളരുകയും ചെയ്യുന്നു. ഭാര്യ തന്റെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വവും സ്നേഹവും അവൾക്കൊരിക്കലും ലഭിക്കാതെ വരുന്നു. കുടുംബം എന്നത് പരസ്പര വിശ്വാസത്തിന്മേൽ പടുത്തുയർത്തിയ ഒന്നാണ്. എന്നാൽ മദ്യം ആ വിശ്വാസത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. സ്വന്തം വീടിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ഈ ലോകത്തിൽ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. ബന്ധുക്കൾ പോലും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു. ആപത്തുഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാതെ അവൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോകുന്നു. കുടുംബത്തിന്റെ തകർച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. അത് തിരുത്തി മുന്നേറാൻ ലഹരി എന്ന വിപത്തിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുക മാത്രമാണ് ഏകമാർഗം. ആരോഗ്യം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ചാണക്യൻ സദാ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ചിന്തകൾക്ക് തെളിച്ചമുണ്ടാകൂ എന്ന് ശാസ്ത്രവും സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ മദ്യം ശരീരത്തെ സാവധാനം കാർന്നു തിന്നുന്ന മാരകമായ വിഷമാണ്. അമൃതാണെന്ന് തെറ്റിദ്ധരിച്ച് ഇത് പാനം ചെയ്യുന്നവൻ ഓരോ തുള്ളിയിലൂടെയും സ്വന്തം ആയുസ് കുറച്ചുകൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മദ്യപാനം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ തകരാറിലാക്കുകയും മാരകമായ രോഗങ്ങളുടെ പിടിയിലേക്ക് ഒരാളെ എത്തിക്കുകയും ചെയ്യുന്നു. ആരോഗ്യം നശിക്കുന്നതോടെ അധ്വാനിക്കാനും ജീവിതം കരുപ്പിടിപ്പിക്കാനുമുള്ള ശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. രോഗബാധിതനായ ഒരു മദ്യപാനി സ്വന്തം കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയും മാനസിക വേദനയുമായി മാറുന്നു എന്നത് വേദനിപ്പിക്കുന്ന സത്യമാണ്. ചികിത്സയ്ക്കായി വലിയ തുകകൾ ചെലവാക്കേണ്ടി വരികയും ഒടുവിൽ അകാല മരണം അവനെ തേടിയെത്തുകയും ചെയ്യുന്നു. ചെറുപ്പകാലത്ത് ലഹരി നൽകുന്ന താൽക്കാലിക സുഖത്തിനു വേണ്ടി ശരീരത്തെ നശിപ്പിക്കുന്നവർ പ്രായമാകുമ്പോൾ അനുഭവിക്കുന്ന വേദനകൾ വിവരണാതീതമാണ്. സ്വന്തം ശരീരത്തെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരുവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത് എന്ന് ചാണക്യൻ ചോദിക്കുന്നു. രോഗാതുരമായ ശരീരവുമായി ജീവിക്കുന്ന മനുഷ്യന് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. അവൻ എപ്പോഴും നിരാശനും അസ്വസ്ഥനുമായി കഴിയുന്നു. മദ്യം ശരീരത്തിന്റെ പ്രതിരോധശേഷി പൂർണ്ണമായും തകർക്കുന്നതിലൂടെ മരണത്തെ വളരെ വേഗത്തിൽ വിളിച്ചുവരുത്തുകയാണ് ചെയ്യുന്നത്. ഈ സത്യം മനസ്സിലാക്കാതെ വീണ്ടും ലഹരിയിലേക്ക് ചായുന്നവൻ സ്വന്തം മരണവാറന്റിലാണ് ഒപ്പുവെക്കുന്നത്. ശരീരമെന്നത് നമ്മൾ ജീവിക്കുന്ന ക്ഷേത്രമാണ്. അതിനെ മദ്യമൊഴിച്ച് ഒരിക്കലും മലിനമാക്കരുത്. ലഹരിയുടെ തുടർച്ചയായ ഉപയോഗം കരൾ, ഹൃദയം, തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു. ശരീരം തളരുന്നതോടെ മനസ്സിന്റെ ആത്മവിശ്വാസവും തകരുന്നു.
ഒരു രോഗിയായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരതന്ത്ര്യം വളരെ കഷ്ടകരമാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയിലേക്ക് മദ്യപാനി എത്തിച്ചേരുന്നു. സ്വന്തം കൈകൊണ്ട് സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം വേറെയില്ല. ആരോഗ്യവാനായ മനുഷ്യന് മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ ധീരമായി നേരിടാനും കുടുംബത്തെ കാത്തുരക്ഷിക്കാനും കഴിയൂ. എന്നാൽ മദ്യപാനി സ്വയം ഒരു ഭാരമായി മാറുന്നു. രോഗം വന്നുകഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ബുദ്ധിരോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. മദ്യപാനം പൂർണ്ണമായും നിർത്തുന്നതിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട ആരോഗ്യത്തിന്റെ അവശിഷ്ടങ്ങളെങ്കിലും തിരിച്ചുപിടിക്കാൻ സാധിക്കൂ. ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നല്ല ആരോഗ്യം അനിവാര്യമാണെന്ന സത്യം ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ടതുണ്ട്. ധർമ്മബോധത്തോടെ ജീവിക്കുക എന്നതാണ് മനുഷ്യജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് ചാണക്യൻ തന്റെ നീതിസാരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മദ്യപാനം ഒരുവന്റെ ആത്മീയവും ധാർമ്മികവുമായ എല്ലാ നല്ല ഗുണങ്ങളെയും നിഷ്കരുണം ഇല്ലാതാക്കുന്നു. ദയയും കരുണയും ക്ഷമയും പോലുള്ള പുണ്യവികാരങ്ങൾ അവനിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും പകരം ക്രോധവും അഹങ്കാരവും സ്വാർത്ഥതയും നിറയുകയും ചെയ്യുന്നു. ധർമ്മത്തിന്റെ പാത വിട്ട് അധർമ്മത്തിന്റെ ഇരുളിലേക്ക് അവൻ സ്വയം സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ലഹരിയിൽ മുഴുകി ചെയ്യുന്ന ഓരോ പാപകർമ്മത്തിനും ജീവിതം വലിയൊരു വില നൽകേണ്ടി വരും. എന്നാൽ ഈ നരകതുല്യമായ അവസ്ഥയിൽ നിന്നും മോചനം സാധ്യമാണ്. അതിനാദ്യം വേണ്ടത് ഉരുക്കുപോലെയുള്ള ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമാണ്. താൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന ബോധ്യം സ്വന്തം ഉള്ളിൽ നിന്നും ഉദയം ചെയ്യണം. ചാണക്യൻ പറയുന്നത് പോലെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരുവന് ഈ ലോകത്തിലെ ഏതു വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും പൂർണ്ണമായും മാറി നിന്നു നല്ല മനുഷ്യരുടെ സൗഹൃദം തേടണം. ബുദ്ധിപൂർവം ചിന്തിച്ച് സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതമായ ഭാവിയെക്കുറിച്ചോർത്ത് മദ്യത്തോട് എന്നേക്കുമായി വിട പറയാൻ തയ്യാറാകണം. നഷ്ടപ്പെട്ട മാനവും സമ്പത്തും കഠിനാധ്വാനത്തിലൂടെ തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച തീരുമാനമാണ് വേണ്ടത്. ലഹരിയുടെ തടവറയിൽ നിന്നും പുറത്തുകടന്ന് വിവേകത്തോടെ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവനൊരു പുതിയ മനുഷ്യനായി മാറുന്നു. ഈ നവജീവിതമാണ് അവന് സമൂഹത്തിൽ വീണ്ടും ബഹുമാനവും കുടുംബത്തിൽ സമാധാനവും നൽകുന്നത്. അതുകൊണ്ട് മദ്യമെന്ന ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിനെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തുക എന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യസഹജമാണ്. എന്നാൽ അത് തിരുത്തി മുന്നോട്ടു പോകാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥ വീരൻ. മനസ്സിനെ നല്ല ചിന്തകളിലേക്കും പ്രാർത്ഥനകളിലേക്കും തിരിച്ചുവിടണം. ലഹരിക്ക് പകരമായി നല്ല പുസ്തകങ്ങൾ വായിക്കാനും നന്മകൾ പ്രവർത്തിക്കാനും സമയം കണ്ടെത്തണം. സ്വന്തം മക്കളുടെ മുഖത്തേക്കും ജീവിത പങ്കാളിയുടെ കണ്ണുകളിലേക്കും നോക്കുമ്പോൾ ലഭിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് തിരിച്ചറിയുക. മനുഷ്യന് വിചാരിച്ചാൽ മാറാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ചാണക്യൻ ആഴത്തിൽ വിശ്വസിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട അന്തസ്സും ആരോഗ്യവും തിരിച്ചുപിടിക്കണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഏതു വലിയ ശാപത്തിൽ നിന്നും മോചനം നേടാം. മദ്യം നൽകുന്നത് താൽക്കാലികമായ ഒരു സുഖം മാത്രമാണെന്നും എന്നാൽ അത് തകർക്കുന്നത് ജീവിതം മുഴുവനാണെന്നും എപ്പോഴും ഓർക്കുക. ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനും മാന്യമായി ജീവിക്കാനും ആഗ്രഹിക്കുന്നവർ മദ്യത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക തന്നെ വേണം.